ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് കാറ്റ്കസിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഒരുപാട് നാളായി ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. ഇന്ന് ഞാനിക്കുഞ്ഞ് ഒന്ന് കിടന്നുറങ്ങുന്നുണ്ട് മോർണിംഗ് തന്നെ. അപ്പോഴാണൊന്ന് ഇറങ്ങാൻ പറ്റിയത്. ഈ 4 എൻ്റെ ക്രിസ്മസ് കാറ്റ്കസാണ്. 4 പലതരത്തിലുള്ളതാണ്. ഇതിൻ്റെ ചട്ടികളൊക്കെ ഓവൽ ഷേപ്പാണ്. സോ ഓവൽ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാനേ പറ്റത്തുള്ളൂ. ഈ ഹാങ്ങിങ് ആയിട്ട് ഇടുമ്പം നമ്മൾക്കതിൻ്റെ വാട്ടറിങ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ പോട്ടിലേക്ക് ഇതിനൊന്ന് മാറ്റാം. അത് ഞാൻ ചെറിയ ചട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് പോട്ടി മിക്സ്. പോട്ടി മിക്സ് നല്ല നീർവാഴ്ചയുള്ള പോട്ടി മിക്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഞാൻ സാധാരണ എല്ലാത്തിനും കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. 3/4 ഭാഗത്തോളം കരിയിലായിരിക്കും എൻ്റെ ചട്ടികളെല്ലാത്തിലും. കരിയില, കുറച്ച് മണ്ണ്, ചകിരിച്ചോറ്, കുറച്ച് ചാണകപ്പൊടി, ഇത്രയും കാര്യങ്ങളായിരിക്കും. അതിന് മെയിനായിട്ടുള്ള കാരണം എനിക്ക് ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെയിറ്റ് ഉണ്ടാകത്തില്ലല്ലോ. പിന്നെ ആദ്യമേ തന്നെ ഓവർ വളങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെടികൾക്ക്. പിന്നുള്ളത് ഇതിൻ്റെ വാട്ടറിങ് ആണ്. വാട്ടറിങ് എപ്പോഴും നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോകും. എനിക്ക് അനുഭവം കിട്ടി. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേറ്റവും ചെറിയ ചെടി ഞാൻ ഫസ്റ്റ് പോട്ട് ചെയ്തത് അത് ചീഞ്ഞു പോയതാണ്. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും നട്ടപ്പോൾ ബാഗിൽ നിന്ന് പിടിച്ച് കിട്ടി. അപ്പോൾ ഓവർ വാട്ടറിങ് വേണ്ട. ചെറിയതായിട്ട് കൊടുത്താൽ മാത്രം. അതും ചുവട്ടിലെ മണ്ണ് ഡ്രൈ ആവുന്നതിൻ്റെ അനുസരിച്ച് കൊടുത്താൽ മതി. അതും ഓവർ ഫോഴ്സിലും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഇതിന് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മാണ്. സോ അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെയുള്ളത് സൺലൈറ്റ്. ഡയറക്റ്റ് സൺലൈറ്റ് നമ്മൾക്ക് ഈ ചെടികൾക്ക് വേണ്ട. ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്നിടത്ത് മാത്രം ഇത് വെച്ചാൽ മതി. ഞാനിപ്പോൾ വെക്കുന്നത് ഇപ്പോഴത്തെ പുറത്തൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തേ ഇല്ല. സോ ഞാൻ സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പുമ്പോൾ തന്നെയാണ് ഇത് വെക്കുന്നത്. കാരണം അവിടെ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടും, ഓവറല്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇത് വെക്കുക കേട്ടോ. പിന്നെയുള്ളത് നമ്മളുടെ ഇതൊക്കെ ഒക്ടോബർ മാസത്തിലേക്കാണ് ബ്ലൂം ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ NPK വളം ചെയ്യുന്നത് നല്ലതായിരിക്കും. അത്രയും നാൾ നമ്മൾ രാസവളമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ NPK വളം ഒരേ റേഷ്യോ 19-19-19 ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. നന്നായിട്ട് പൂക്കാനും ഒക്കെ ഇതിന് നല്ലതാണ്. പിന്നെ പൂക്കൾ ഉണ്ടായതിന് ശേഷം നമ്മൾ ആ പൂ കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് നുള്ളിക്കളയാം. അപ്പോൾ പുതിയ മുകുളങ്ങൾ വരും. ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും കേട്ടോ. പക്ഷെ ഇത്രയൊക്കെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ഞാനിത് ഓൺലൈനിൽ കൂടെ മേടിച്ചതാണ് കേട്ടോ. ഓൺലൈനിൽ കൂടെ മേടിച്ച് കഴിഞ്ഞപ്പം ആ ചേച്ചി പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഇത് ഞാനൊരു 5 മാസം ഞാനിത് മേടിച്ചിട്ട് എനിക്ക് ഇതുവരെ ഇതിനകത്ത് തിരിഞ്ഞ് നോക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ നോക്കുന്നത്. ഇനി വേണം നന്നായിട്ട് കെയർ കൊടുത്ത് ഇതൊന്ന് വളർത്തിയെടുത്ത് ഈ ക്രിസ്മസിനെങ്കിലും ഇതിനകത്ത് പൂക്കളും കൊണ്ട് നിറയ്ക്കണം എന്നാണ്, ഒരു പൂങ്കാവനം ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നോക്കാം നമുക്ക്. എന്തായാലും മേടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് മേടിച്ച് വെച്ച്. നല്ല ചെടിയാണ്, ഈസിയാണ് വളർത്താനൊക്കെ. ഓക്കെ, ബൈ.